സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് നമ്പറും അതേപോലെ തന്നെ മാസ് നമ്പറുമാണ്. സോ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സെറ്റാണ്. മാസ് നമ്പർ എ ആണ്, ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണെന്ന് അറിയാം അല്ലേ. സോ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത് ആ ആറ്റത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. എന്നാൽ മാസ് നമ്പർ എ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമുക്കറിയാം ന്യൂക്ലിയസിനകത്താണ് ആയിരിക്കുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നതെന്ന് അറിയാം അല്ലേ. സോ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണെന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ന്യൂട്രോണിൻ്റെ നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ന്യൂട്രോണിൻ്റെ നമ്പർ എങ്ങനെ കാണാം? എയിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും അല്ലേ. സോ ഉദാഹരണം നമുക്കിവിടെ പറയാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു മൂലകം തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് 6 എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ആ മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ മുകളിലും മാസ് നമ്പർ എവിടെയാണ് എഴുതുക? അറ്റോമിക നമ്പർ താഴെയും മാസ് നമ്പർ എവിടെയാണ് എഴുതുക? മുകളിലുമായിട്ടാണ് എഴുതുക. സോ ഈ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 17 ആണ്, എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 17ഉം മാസ് നമ്പർ എന്ന് പറയുന്നത് 35ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം മാസ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് അറ്റോമിക നമ്പർ പ്ലസ് എന്താണ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് അല്ലേ. സോ ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം നമുക്കറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുന്നതാണ് എന്ത് ന്യൂട്രോണുകളുടെ എണ്ണം. സോ 35 മൈനസ് 17 എത്രയാണ് വരിക? 18 ആണ് വരിക. സോ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഏതാ? ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു ആറ്റം വരച്ചിട്ടുണ്ടായിരുന്നു. ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഒരു സഞ്ചാരപാതയുണ്ട് അല്ലേ. എന്തിനു സഞ്ചരിക്കാനാണത്? ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു സഞ്ചാരപാതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഈ ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഈ ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ. സോ ഈ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഈ പാതയെ വിളിക്കുന്ന പേരാണെന്ത്? ഷെല്ലുകൾ, അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാം എന്ത്? ഓർബിറ്റുകൾ. എന്താണ്? ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ വിളിക്കുന്ന പേരാണെന്ത്? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? വൃത്താകൃതിയാണ്. ഇതിൻ്റെ ആകൃതി എന്താണ്? വൃത്താകൃതിയാണ്. സോ ഇങ്ങനെയുള്ള ഷെല്ലുകൾക്ക് പേരുണ്ട്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയസിനടുത്തിരിക്കുന്ന ഷെല്ലിനെ നമ്മൾ കെ എന്ന് വിളിക്കും. പിന്നെ ഇങ്ങനെ പോകും തോറും അപ്പോൾ നമുക്കിവിടെ എഴുതാം, ഇത് ന്യൂക്ലിയസ് ആണ്. ആദ്യത്തെ ഷെല്ല്, ന്യൂക്ലിയസിനടുത്തുള്ള ആദ്യത്തെ ഷെല്ല് കെ എന്നറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഷെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? എൽ എന്ന് വിളിക്കാം. മൂന്നാമത്തെ ഷെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? എം എന്ന് വിളിക്കാം. നാലാമത്തെ ഷെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. കെ, എൽ, എം, എൻ. സോ ഷെല്ലുകളെ വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ പാതയാണ് ഷെല്ലെന്ന് വിളിക്കുന്നത്. ഷെല്ലുകൾക്ക് കെ, എൽ, എം, എൻ എന്നീ പേരുകൾ നമുക്ക് കൊടുക്കാം. ന്യൂക്ലിയസിന് ഏറ്റവും തൊട്ടടുത്തിരിക്കുന്ന ഷെല്ലിൻ്റെ പേര് കെ, അത് കഴിഞ്ഞ് എൽ, എം, എൻ. ഓക്കെ, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. സോ നമുക്ക് നോക്കാം, കെ ഒഴികെ അതായത് കെ ഒഴികെ ബാക്കിയുള്ള എൽ, എം, എൻ, കെ ഒഴികെയുള്ള ബാക്കിയുള്ള ഷെല്ലുകളിലെല്ലാം ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് സബ് ഷെല്ല് നോക്കാം. സബ് ഷെല്ല് എസ്, പി, ഡി, എഫ്, ഇതാണ് സബ് ഷെല്ലുകളുടെ പേര്. സോ കെയിൽ എത്ര സബ് ഷെല്ല് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റൊന്നേ ഉള്ളൂ, അതേതാണ്? എസ് ആണ്. എല്ലിലാണെങ്കിൽ 2 എണ്ണം ഉണ്ട്, എസ്സും ഉണ്ട്, പിയും ഉണ്ട്. എമ്മിലാണെങ്കിലോ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, എന്നാൽ എന്നിലോ എസ്, പി, ഡി, എഫ്. ഓക്കെ, സോ കെ ഷെൽ ഒഴികെ ബാക്കി എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. എന്നാൽ കെ ഷെല്ലിൽ ഒരൊറ്റ ഊർജ്ജ നില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി
ഇവിടെ ഞാനൊരു മൂലകം ചെയ്യാം. മൂലകത്തിൻ്റെ പേര് എഴുതാം. ഏതാണ്? ഹൈഡ്രജനെ എഴുതി. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക നമ്പറാണ്. അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? അറ്റോമിക നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൽ എത്ര എണ്ണം ഉണ്ടാവും? ഒറ്റൊന്നല്ലേ അല്ലേ? ഇനി അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? കെ ഷെല്ലിൽ 1 അല്ലേ? കെ ഷെല്ലിൽ ഒറ്റൊരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ? ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഹീലിയം എടുത്തു നോക്കാം. സോ ഇവിടെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ കെ ഷെല്ലിൽ മിനിമം എത്ര ഇലക്ട്രോണുകളെ കൊള്ളും? 2 എണ്ണത്തിനെ കൊള്ളും. എൽ ഷെല്ലിൽ മിനിമം എത്ര ഇലക്ട്രോണുകളെ കൊള്ളും? എത്ര എണ്ണം കൊള്ളും? 6 എണ്ണം. എത്രയാണ്? 6 എണ്ണം. ഇനി എം ഷെല്ലിലാണെങ്കിലോ, സോറി എൽ ഷെല്ലിൽ 8 എണ്ണമാണ്. എൽ ഷെല്ലിൽ എത്രയാണ്? 8 എണ്ണം. എൽ ഷെല്ലിൽ 8. എം ഷെല്ലിൽ എത്ര എണ്ണമാണ്? എം ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും എന്നറിയോ? 18 എണ്ണം കൊള്ളും. ഇനി എൻ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും എന്നറിയോ? 32 എണ്ണം കൊള്ളും. സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. കെ ഷെല്ലിൽ 2 എണ്ണം, എ ഷെല്ലിൽ 8 എണ്ണം, എം ഷെല്ലിൽ 18 എണ്ണം, എൻ ഷെല്ലിൽ 32 എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. സോ ഇത് കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യമാണെന്ത്? 2n². 2n². ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ലുകളുടെ എണ്ണമാണ്. എന്താണ്? ഷെല്ലുകളുടെ എണ്ണം. ഷെല്ലുകളുടെ എണ്ണം. ഓക്കെ. സോ കെ ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെയാണല്ലേ? കെ ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെയാണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 ഇൻറ്റു, സോ ഇവിടെ നോക്കാം, കെ ഷെൽ എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. 2n². സോ ഇവിടെ n എന്ന് പറയുന്ന ഷെല്ലുകളുടെ എണ്ണമാണ്. ഒറ്റൊന്നാണ് 2. സോ 2 ഇൻറ്റു 1 എത്ര തന്നെയാണ്? 2. അപ്പോൾ 2 ഇലക്ട്രോണുകളാണ് ഇവിടെ കൊള്ളുന്നത്, കെയിൽ കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലിലോ, എൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2^2 അല്ലേ? സോ 2 ഇൻറ്റു 4 എന്ന് വരും. ടോട്ടൽ എത്ര വരും? 8 എന്ന് വരും. ഇനി അടുത്തത് എം നോക്കുകയാണെങ്കിലോ, എം എങ്ങനെയാണ്? മൂന്നാമത്തതാണ് അല്ലേ? 2 ഇൻറ്റു 3^2. 2 ഇൻറ്റു 9 എത്ര വരും? 18. എമ്മിൽ അപ്പോൾ എത്ര എണ്ണം കൊള്ളും? 18 കൊള്ളും. ഇനി എന്നെ നോക്കാം. എന്നിലോ 2 ഇൻറ്റു എത്രയാണ്? 4 ആണല്ലേ? 4² ആണ് വരുന്നത്. സോ 2 ഇൻറ്റു 16 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. സോ പരമാവധി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് കെ ഷെല്ലിലാണെങ്കിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ എത്ര എണ്ണമാണ്? 32 എണ്ണമാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇതിൽ തന്നെ കൊള്ളും, കെ ഷെല്ലിൽ തന്നെ കൊള്ളും. ഇനി ഹീലിയത്തിൻ്റെ അടുത്ത് നോക്കൂ. അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 2 തന്നെയായിരിക്കും. കെ ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഓക്കെ. അടുത്തത് ഹീലിയം കഴിഞ്ഞാൽ ഏതാണ്? ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അറ്റോമിക് നമ്പർ 3 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെയാണ്? 3 ആണ്. നമുക്കറിയാം കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ കൊള്ളും. ബാക്കി എത്ര എണ്ണം ഇനി ഉള്ളത്? ഒറ്റൊന്ന് അല്ലേ? സോ എൽ ഷെല്ലിൽ കൂടെ എന്ത് പോകും? ഇലക്ട്രോണുകൾ പോകും. എത്ര എണ്ണം? ഒറ്റൊന്ന്. ഓക്കെ. ഇനി അതേപോലെ ലിഥിയം കഴിഞ്ഞാൽ അടുത്ത വരുന്ന ആളാരാണ്? ബെറീലിയാണ് അല്ലേ? അടുത്ത വരുന്ന ആളാരാണ്? ബെറീലിയാണ്. സോ ബെറീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇലക്ട്രോണുകളും 4 തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, കെ ഷെല്ലിൽ 2 എണ്ണം പൂർത്തിയായി. ബാക്കി എൽ ഷെല്ലിലേക്ക് എത്ര എണ്ണം പോകും? 2 എണ്ണം പോകും അല്ലേ? ഇനി അടുത്തതാണിത്. നമുക്കിനി അടുത്ത് കുറച്ചും കൂടെ വലുതെടുത്ത് നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, 11. സോ കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം കൊള്ളും. അടുത്തത് എം ഷെല്ലാണ്. അത് എത്ര എണ്ണം? ഒറ്റൊന്ന് അല്ലേ? ഇനി നമ്മൾ കുറച്ചും കൂടെ വലുതെടുത്ത് നോക്കാം. സിങ്ക് എടുത്ത് നോക്കാം. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 30 ആണ്. സോ അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 30 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, കെ ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, എൽ ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 8, എം ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 18. സോ ഇപ്പോൾ തന്നെ ഈ 28 ആയില്ലേ ടോട്ടൽ? ഇനി എൻ ഷെല്ലിൽ അപ്പോൾ എത്ര എണ്ണേ ഉണ്ടാവുള്ളൂ? 2. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഓക്കെ. ഇനി ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, 18, 8, 32 എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കണം?
8 എത്രയായിരിക്കണം? 8 സോ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രത്യേകം എഴുതണം എത്രയാണ്? 8. ഇവിടെ എഴുതുക ബാഹ്യതമ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8. ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളതാണ്. അതായത് ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുണ്ട് അല്ലേ? ഓക്കെ. സോ ഇതാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ? സോ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച്, ഓർത്ത് വയ്ക്കുക, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ ഷെല്ലുകളിലെ എഴുതാം, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ബലം എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടിക്കൂടി വരും. ഓക്കെ. കാരണം ഇതിൻ്റെ കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള ആകർഷണ ബലം. ആര് തമ്മിലുള്ള ആകർഷണ ബലം? ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം ആര് തമ്മിലുള്ളതാണ്? ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? ഇവിടെ കുറയുന്നു. ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു, ഓരോ ഷെല്ലിനുള്ളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? സബ് ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട് അല്ലേ? സോ സബ് ഷെല്ലുകൾ അതായത് ഇതൊക്കെ എന്താണ്? ഓരോ ഷെല്ലിലുമുള്ള ഊർജ മേഖലകളാണ്. എന്താണ്? ഊർജ മേഖലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ് ഷെൽ എന്ന് വിളിക്കുന്നത്. സബ് ഷെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ കെയിലുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. എല്ലിൽ എസും പിയും ഉണ്ട്. എമ്മിലാണെങ്കിൽ എസ് പി ഡി ഉണ്ട്. എന്നിൽ എസ് പി ഡി എഫ് ഉണ്ട്. ഓക്കെ. ഇനി അഞ്ചാമത്തെ സബ് ഷെല്ലിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജി എന്ന് അറിയപ്പെടുന്നു. ഇനി എല്ലാത്തിലുമുള്ള ഒരു സബ് ഷെൽ ഏതാണ്? എസ് ആണ് അല്ലേ? എല്ലാത്തിലുമുള്ള സബ് ഷെൽ ഏതാണ്? എസ് ആണ്. ഓക്കെ. ഓക്കെ. സോ നമുക്ക് നോക്കാം അടുത്തതായിട്ട് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. കെയിൽ 2 എണ്ണം, എല്ലിൽ 8 എണ്ണം, എമ്മിൽ 18 എണ്ണം, എന്നിൽ എത്ര എണ്ണമാണ്? 32 ആണ് വരിക. ഓക്കെ. സോ ഈ ഇങ്ങനെയുള്ള ഈ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്ന് പറയുന്നതിന് തന്നെ എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട് അല്ലേ? അപ്പോൾ കെയുടെ സബ് ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. എല്ലിൻ്റെത് എസും പിയുമാണ്. എമ്മിൻ്റെത് എസ് പി ഡി ആണ്. എന്നിൻ്റെത് എസ് പി ഡി എഫ് ആണ്. ഓക്കെ. സോ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾക്കും ഒരു പരിധിയുണ്ട്. ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എത്രയാണ് നോക്കുന്നത്. കെ ഷെല്ലിൽ 2 എണ്ണേ ഉള്ളൂ. എൽ ഷെല്ലിൽ എത്ര എണ്ണം? 8 എണ്ണം. എം ഷെല്ലിൽ 18 എണ്ണം. എൻ ഷെല്ലിൽ 32 നമ്മൾ പറഞ്ഞു? 32 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ അതേപോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന സബ് ഷെല്ലുകൾക്കും എന്തുണ്ട്? ഒരളവുണ്ട്. സോ സബ് ഷെല്ല് എസ്സിൽ എത്ര മിനിമം ആൾക്കാരെ കൊള്ളും? 2. എത്ര എണ്ണമാണ്? 2 എണ്ണം. സോ ഇവിടെയും 2 എണ്ണല്ലേ പറ്റുള്ളൂ. സോ എൽ ഷെല്ലിൽ 8 എണ്ണമാണുള്ളത്. സോ 2 എണ്ണം എസ്സിന് പോയാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം പിക്ക് ഉണ്ടാവും അല്ലേ? സോ ഇവിടെ നോക്കിയേ, ഇവിടെ 2 എണ്ണം, ഇവിടെ 6 എണ്ണം, ടോട്ടൽ 8 എണ്ണം ആയില്ലേ? ഇനി എത്ര എണ്ണം ബാക്കി വരിക? 10 എണ്ണം. അപ്പോൾ ഡിയിൽ എത്ര എണ്ണം ഉണ്ടാവണം? 10 എണ്ണം. ഇനി ഇവിടെ നോക്കിയേ, എസ്സിന് 2, പിക്ക് 6, ഡിക്ക് 10. സോ എത്ര എണ്ണമായി? 18 എണ്ണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫിൽ എത്ര എണ്ണം ഉണ്ടാവണം? 18 ആണോ വരിക? എത്ര എണ്ണം വരിക? 14 വരിക അല്ലേ? എത്ര വരിക? 14. കാരണം ഇവിടെ 32 എണ്ണം അല്ലേ? ഓക്കെ.
സോ നമുക്കത് എങ്ങനെ എഴുതാം? കെയുടെ ആണെങ്കിൽ നമുക്ക് സബ്ഷെൽ എന്ന് പറയുന്നത് 1s എന്ന് എഴുതാം, 1s2. L ആണെങ്കിൽ എന്തെഴുതാം? 2s2 2p6 എന്ന് എഴുതാം. M ആണെങ്കിലോ 3s2 3p6 3d10 എന്ന് എഴുതാം. ഇനി N ആണെങ്കിലോ 4s2 4p6 4d10 4f14 എന്ന് എഴുതാം. സോ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം, എം ഷെല്ലിൽ 18 എണ്ണം, എൻ ഷെല്ലിൽ 32 എണ്ണം. എന്നാൽ സബ് ഷെല്ലിലോ എസ് ആണെങ്കിൽ 2, പി ആണെങ്കിൽ 6, ഡി ആണെങ്കിൽ 10, എഫ് ആണെങ്കിൽ 14. ഓക്കെ. സോ എങ്ങനെയാണ് നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാതെ? ഇങ്ങനെയാണ് സബ് ഷെല്ലുകളുടെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഓക്കെ. സോ എങ്ങനെ എഴുതുന്നത്? ഇപ്പോൾ 1s2 ആണെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലിൻ്റെ നമ്പറാണ്. എന്താണ്? ഷെൽ നമ്പറാണ്. ഈ 2 എന്ന് പറയുന്നതോ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇത് മാറിപ്പോകരുത്. അതുകൊണ്ടാണ് കെയിൽ 1s2 എന്നും, എൽ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ നമ്പർ എത്രയാണ്? 2 ആണ്. സോ 2s2 2p6. എം എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ നമ്പർ എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് 3s2 3p6 3d10. ഇനി എൻ എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ 4 ആണ്. അതുകൊണ്ട് 4s2 4p6 4d10 4f14 എന്ന പേര് വന്നു. ഓക്കെ. സോ നമുക്ക് കുറച്ച് മൂലകത്തിൻ്റെ എന്തെഴുതി നോക്കാം? ഇലക്ട്രോൺ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാമല്ലോ. സോ ഇവിടെ ആദ്യം എടുക്കുന്നത് ലിഥിയമാണ്. സോ നമുക്കറിയാം താഴെ എഴുതുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണല്ലേ. സോ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സോ നമുക്ക് എല്ലാം ഒരുമിച്ച് അങ്ങ് എഴുതാം അല്ലേ. എല്ലാം ഒരുമിച്ച് അങ്ങ് എഴുതാം. സോ നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാം? മൂലകം എന്ന് എഴുതാം. മൂലകം. പിന്നെന്തെഴുതാം? അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം. പിന്നെന്തെഴുതാം? സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നും എഴുതാം. ഓക്കെ. സോ ഇവിടെ മൂലകം വന്നിട്ട് ഏതാണ്? ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. സോ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? 2 1. കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 1. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? 1s2 അല്ലേ. കെ ഷെല്ലിൽ ആദ്യം നിറയണം, എന്നിട്ടാണ് ഇതിലേക്ക് പോവുള്ളൂ, എൽ ഷെല്ലിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? 2s1. ഇങ്ങനെയാണ് ലിഥിയത്തിൻ്റെ എഴുതുക അല്ലേ. ബാക്കിയുള്ള 1. ഇനി അടുത്തത് ബെറീലിയം നോക്കിക്കേ. ബെറീലിയം 4 ആണ്. അറ്റോമിക് നമ്പർ 4 ആണ്. 2 എന്ന് എഴുതും. സോ 1s2 2s2. ഇതാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി കാർബണിൻ്റെ നോക്കാം. കാർബണിൻ്റെത് 6 ആണ് അറ്റോമിക് നമ്പർ. സോ ഇവിടെ എന്ത് വരും? 2 4 എന്ന് വരും. 2 4 എന്ന് വരും. ഓക്കെ. സോ 2 4 എന്ന് വന്നു കഴിഞ്ഞാൽ 1s2 2s2 2 2 4 ആയില്ല. ഇനി ബാക്കി എത്ര എണ്ണം ഫില്ലാവുണ്ട്? 2 കൂടെ ഉണ്ട്. അപ്പം 2p2 2 4 6. ഓക്കെ. ഇനി അടുത്തത് നൈട്രജൻ നോക്കാമല്ലോ. നൈട്രജൻ എത്രയാണ്? 7 ആണ്. സോ 2 5 1s2 2s2 2p3 എന്ന് വരും. ഇനി നോക്കിക്കേ, പൊട്ടാസ്യവും കാൽസ്യവും നോക്കാം. പൊട്ടാസ്യം 19ഉം കാൽസ്യം 20ഉമാണ്. സോ ഇവിടെ നോക്കിക്കേ, ഈ കേസ് പഠിച്ചു വയ്ക്കാം കേട്ടോ. 2 8 8 1. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എല്ലാ ഷെല്ലിലെയും ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര തന്നെ ആവാൻ പാടുള്ളൂ? 8 ആവാനേ പാടുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, 1s2 2s2 2p6. ഇപ്പോൾ എത്ര എണ്ണമായി? 8 2 10 എണ്ണം. ഇനി 8 എണ്ണം കൂടെ വേണം അല്ലേ. സോ നമുക്കറിയാം പിയിൽ 6 എണ്ണേ കൊള്ളുള്ളൂ. ഡിയിൽ എത്ര എണ്ണം കൊള്ളും? 10 എണ്ണം കൊള്ളും അല്ലേ. പക്ഷേ ഇവിടെ അടുത്തത് ആരാ വരിക? 3s2 വരും. ഇപ്പോൾ എത്ര എണ്ണമായി? 2 2 4 10 12. ഇനി 3p6 വരും. 12 6 എത്രയായി? 18. ഇനി സ്വാഭാവികമായും ഇവിടെ എത്രയാണ് വരേണ്ടത്? 3d1 ആണ് വരേണ്ടത്. എന്നാൽ ഇവിടെ ഏതാണ് വരുന്നത്? 4s1 ആണ് വരിക. ഏതാ വരുന്നത്? 4s1 ആണ് വരിക. അതിൻ്റെ കാരണവും പറഞ്ഞുതരാം. നോക്കിക്കോ, കാൽസ്യത്തിൻ്റെ എത്രയാണ് വരുന്നത്? 20 ആണ്. ഇതെങ്ങനെ എഴുതാം? 2 8 8 2 എന്നാണ് എഴുതുക. സോ ഇതെങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 4s
2 എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയും 4:2, ഇവിടെ 4:1. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? 3D ആയിരുന്നു അല്ലേ? 3D 1ഉം 3D താഴത്തേൽ 3D 2 ആണ് വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അതിൻ്റെ കാരണമാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ കാരണം, സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുമ്പോൾ 3Pയിൽ നിറച്ചതിന് ശേഷം 3Dയിൽ നിറയ്ക്കുന്നതിന് പകരം 4Sൽ വന്നതിന് കാരണം എന്താണ്? 4S സബ്ഷെല്ലിന് 3D സബ്ഷെല്ലിനേക്കാൾ ഊർജം എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ 4S നിറഞ്ഞതിന് ശേഷമേ എന്ത് നിറയുള്ളൂ? 3D നിറയുകയുള്ളൂ. അത് മറന്നു പോകരുത്. ഓക്കെ.